മെട്രോപ്പ് ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. പിന്നെ എന്തൊക്കെയായിരിക്കും നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? സച്ചിയുടെ ഈ ഒരു യാത്ര, അച്ഛമ്മയുടെ വീട്ടിലേക്കുള്ള ഈ ഒരു യാത്ര അവരുടെ പ്രണയത്തിന്റെ തുടക്കമാകുമോ? ഇനി ശ്രുതിയുടെ ജീവിതത്തിലോട്ട് വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം? ശ്രുതിയുടെ കള്ളങ്ങൾ പൊളിയുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സച്ചിയും രേവതിയും സന്തോഷത്തോടെ ആ ഒരു യാത്രയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണ് വഴിയിൽ വെച്ച് ഒരു മുത്തശ്ശിയും ഒരു കൊച്ചുമകനും ആ ഒരു ബസ്സിൽ കയറുന്നത്. അപ്പോൾ കയറിയ ഉടനെ തന്നെ കുഞ്ഞ് വീഴാൻ വേണ്ടി പോവുകയും പെട്ടെന്ന് സച്ചി കയറി പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർക്കിടയിൽ നല്ലൊരു ബന്ധം ഇങ്ങനെ ഉണ്ടാവുകയാണ്. അങ്ങനെ അതിനുശേഷം സച്ചി ആ മുത്തശ്ശി അവിടെ ഇരുത്തുകയും എന്നിട്ട് രേവതി ആ കുഞ്ഞിനെ എടുത്ത് മടിയിൽ ഇരുത്തുവാണ്. അപ്പോൾ സച്ചി വേറൊരു സീറ്റിൽ ഇരിക്കുകയും അങ്ങനെ ഓരോ തമാശകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണ് ആ കുഞ്ഞിന് അച്ഛനും അമ്മയും ഇല്ല, സ്വന്തം മുത്തശ്ശിയാണ് വളർത്തുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നത്. അങ്ങനെ അതിൻ്റെ മുന്നോടിയായിട്ട് ചില തമാശകളും കാര്യങ്ങളും പിന്നെ സച്ചിയുടെയും രേവതിയുടെയൊക്കെ ആ ഒരു സന്തോഷ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയം ശ്രുതിയുടെയും സുധിയുടെയും ആ ഒരു വിവാഹത്തിൻ്റെ നാളെ കുറിക്കാനുള്ള ഒരു തിടുക്കത്തിലാണ് നമ്മുടെ ചന്ദ്രമതി. അങ്ങനെ ചന്ദ്രമതിയും പിന്നെ ചന്ദ്രമതിയുടെ ഫ്രണ്ടും പിന്നെ രവീന്ദ്രനും സുധിയും എല്ലാവരും കൂടി ആ ഒരു അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അമ്പലത്തിൽ നല്ല അറിയപ്പെടുന്ന ഒരു ജ്യോത്സ്യനുണ്ടെന്നും ഒരു പോറ്റി ഉണ്ടെന്നും പോറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അച്ചിട്ടായിട്ടേ നടക്കത്തുള്ളൂ, അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കുറിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ശ്രുതി എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ശ്രുതി വരുന്നത്. പക്ഷേ തൻ്റെ അച്ഛൻ വന്നിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയുടെ അച്ഛൻ ഇവിടെ ഇല്ല എന്നും ബിസിനസിൻ്റെ കാര്യത്തിന് അവിടെ ആണെന്നും അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്വന്തം മകളുടെ വിവാഹമായിട്ട് അച്ഛൻ എന്തുകൊണ്ട് വന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശ്രുതി തട്ടിമുട്ടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഈ സമയത്ത് ശ്രുതി അമ്പലത്തിൽ പൂജയൊക്കെ കഴിപ്പിച്ച് വഴിപാടിൻ്റെ പ്രസാദമൊക്കെ കൊണ്ട് സുധിയുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുകയും എന്നിട്ട് സുധിയോട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് രവീന്ദ്രനും ചന്ദ്രമതിക്കൊക്കെ ഒരുപാട് സന്തോഷമായി. അതിൻ്റെ കൂടെ തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തായാലും കണ്ടോ, അവരുടെ സ്നേഹം കണ്ടോ എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ രവീന്ദ്രൻ സുധിയോട് പറയുന്നത്, എനിക്ക് നിൻ്റെ കൂടെ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്, നീ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് സുധിയെ നിർബന്ധിച്ച് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ചോദിക്കുവാണ്, നിനക്ക് ഈ വിവാഹത്തിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നീ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, അല്ലാതെ നിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നീ അല്ലെങ്കിൽ മറ്റുള്ളവർ നിന്നെ അടിച്ചേൽപ്പിക്കുന്ന ഇതിൽ നീ പറയേണ്ട ആവശ്യമില്ല. നിന്റെ അമ്മയാണ് ഈ കുട്ടിയെ വിവാഹം കഴിപ്പിച്ച് തരാം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണോ നീ ഒരു വിവാഹത്തിന് താല്പര്യം കാണിക്കുന്നത്, അതോ നിനക്കിനി ഇഷ്ടപ്പെട്ടതാണോ? യഥാർത്ഥത്തിൽ സത്യം പറയുക എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി അത് ശ്രുതി എനിക്ക് ഇഷ്ടമാണ് എന്ന് ശ്രുതി പറയുന്നുണ്ട്. പക്ഷെ അച്ഛൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ ഇതുപോലെയാണ് രേവതിയുടെ കാര്യത്തിലും കാണിച്ചത്. രേവതിയുടെ കല്യാണത്തിന്റെ ആ ടൈമിൽ നിന്നോട് ഒരുപാട് വട്ടം ചോദിച്ചതാണ്, നിനക്ക് രേവതി ഇഷ്ടമാണോ, കല്യാണം കഴിക്കാൻ താല്പര്യമാണോ എന്ന്. അപ്പൊ നീ അതെ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കല്യാണം കഴിച്ചുകൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് അവസാനം നീ വിവാഹ സമയത്ത് നീ അവിടെ നിന്ന് മുങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനെ പറ്റത്തില്ല, അതുകൊണ്ട് നിനക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നീ പറഞ്ഞാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇവിടെ വെച്ച് നിർത്താം, എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കിടാനായിട്ട് സാധിക്കത്തില്ല എന്ന് രവീന്ദ്രൻ പറയുമ്പോൾ നമ്മുടെ ശ്രുതി പറയുവാണ്, ഇല്ല അച്ഛാ എനിക്ക് ഇഷ്ടമാണ്. അമ്മ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പിന്നെ ശ്രുതിയെ എനിക്കും ഇഷ്ടമാണ്. അത് മാത്രമല്ല രേവതി എന്ന് പറയുമ്പോൾ എനിക്ക് ചേർന്ന പെൺകുട്ടിയല്ല, എനിക്ക് ചേർന്ന പെൺകുട്ടി അല്ലാത്തത് കൊണ്ടാണ് എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ട അവസ്ഥ വന്നത്. പക്ഷേ ശ്രുതി എനിക്ക് ചേർന്ന പെൺകുട്ടിയാണ്, എനിക്ക് അവളെ ഇഷ്ടമാണ്, എൻ്റെ ജീവിത പങ്കാളിയാക്കാനും എനിക്ക് താല്പര്യമുണ്ട് എന്ന് ശ്രുതി രവീന്ദ്രനോട് പറയുകയും ശരി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരു വിവാഹത്തിന് തീയതി കുറിക്കാനായിട്ട് അവരങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവരങ്ങോട്ട് പോകാനായിട്ട് തയ്യാറെടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് സുധിയുടെ അനിയൻ വന്നിട്ട് സുധിയുടെ ദേഹത്ത് വന്ന് അടിക്കുന്നത്. അപ്പോൾ നീ ആരാടാ, നീ എന്തിനാ സുധി ഏട്ടനെ അടിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ദേഷ്യപ്പെടുകയും അപ്പോഴാണ് അറിയുന്നത് ഇത് തൻ്റെ ഇളയ അനിയനാണെന്നും ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം അറിയുന്നത്. അപ്പോഴാണ് നമ്മുടെ സുധിയുടെ അനിയൻ അവിടെ ഷെഫിന് പഠിച്ചതിന് ശേഷം റെസ്റ്റോറൻറ്റ് ഇടാനായിട്ട് ഇവിടെ വന്നതാണ്, ഇവിടെ എല്ലാം കഴിഞ്ഞ് വന്നതാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ മലേഷ്യയിൽ എവിടെയാണ് അച്ഛനെന്ന് ശ്രുതിയോട് അനിയൻ ചോദിക്കുമ്പോൾ ശ്രുതിക്ക് അത് പറയാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് അത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിക്കി നിൽക്കുവാണ്. അപ്പോൾ എല്ലാവരും എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് അത് മലേഷ്യയിൽ ഇന്ന സ്ഥലത്താണ് എന്ന് ശ്രുതിയുടെ ഫ്രണ്ട് പറയുകയും അപ്പോൾ ചോദിക്കുന്നുണ്ട് അതെന്താ ഇയാൾ ആദ്യം ചോദിച്ചപ്പോൾ ഇങ്ങനെ വരണ്ട പറഞ്ഞത് എന്താ അറിയത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല അച്ഛൻ ആദ്യം അവിടെ ആയിരുന്നു,
പക്ഷേ ഇപ്പോൾ അച്ഛൻ അവിടെ നിന്ന് മാറുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഏത് സ്ഥലമാണ് എന്ന് ഞാൻ ആലോചിച്ചത് എന്ന് പറഞ്ഞ് തടി തപ്പാൻ ശ്രമിക്കുവാണ്. അപ്പോൾ വീണ്ടും അത് എവിടെ, അവിടുത്തെ വലിയ റെസ്റ്റോറൻറ്റ് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി വീണ്ടും ഇങ്ങനെ തപ്പുന്നത് കണ്ടു. അപ്പം നമ്മുടെ ആ സമയത്ത് തന്നെ ചന്ദ്രമതിയുടെ ഫ്രണ്ട് പറഞ്ഞ് അത് അങ്ങനെയൊന്നുമില്ല, നീ എന്താ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണോ, വാ നമ്മൾ ഇവിടെ വന്നത് വേറൊരു കാര്യത്തിനല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംഭവത്തിൽ രവീന്ദ്രന് ചെറിയൊരു സംശയമൊക്കെ ഉണ്ട്, എന്തോ ഒരു കാര്യങ്ങൾ കടന്നു പുകയുന്നുണ്ട് എന്ന് രവീന്ദ്രന് മനസ്സിലായി. എന്തായാലും കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ ആ ഒരു ചടങ്ങൊക്കെ പൂർത്തിയായി. നല്ലൊരു ദിവസമുണ്ട്, ഈ മാസം തന്നെ കല്യാണം നടത്തണം എന്ന് ചന്ദ്രമതി പറയുകയും ഈ മാസം 29-ാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്, ആ സമയത്ത് തന്നെ നമുക്ക് കല്യാണം നടത്താം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ എങ്ങനെയാ, അങ്ങനെ ശ്രുതിയുടെയും വിവാഹമൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ പെൻഷന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് രവീന്ദ്രൻ പെൻഷന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ ഓഫീസിലോട്ട് ആ ഒരു അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് പെൻഷൻ സാങ്ഷൻ ആക്കുന്ന ആളുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഈ സമയത്താണ് അയാളുടെ സ്വന്തം മകള് വർഷയെക്കുറിച്ച് സംസാരിക്കുകയും, പിന്നെ വർഷ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. അങ്ങനെ വർഷ ആ ജോലിക്ക് പോകാനായിട്ട് ധൃതിയെ പിടിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ജോലിക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് രവീന്ദ്രൻ വരികയും, പക്ഷെ ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ഇങ്ങനെ വണ്ടി ഭയങ്കരമായിട്ട് സ്പീഡിൽ കൊണ്ട് ഇടിക്കാൻ പോകുന്ന പോലെയാണ് വെട്ടിച്ച് കൊണ്ടുപോയത്. അങ്ങനെ രവീന്ദ്രൻ അതെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് വരുന്ന സമയത്ത് പെൻഷന്റെ കാര്യം ചോദിക്കുമ്പോൾ, എനിക്കിപ്പോൾ പെൻഷൻ തരാനായിട്ട്, അല്ലെങ്കിൽ താനൊന്നും ചെയ്തിട്ടില്ല, പെൻഷൻ വരേണ്ട സമയത്ത് വരും, ഇത് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഓഫീസിൽ വേണം ചോദിക്കാനല്ല, ഇവിടെ വന്നല്ല ചോദിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞത് എൻ്റെ അവകാശമാണ് ഞാൻ ചോദിച്ചത്, എനിക്ക് അവകാശപ്പെട്ട പൈസയാണ് ഞാൻ ചോദിക്കുന്നത്, അതിനെന്താ തെറ്റെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തർക്കത്തിന്റെ ഇടയിലാണ് അയാളുടെ ഭാര്യ പറയുന്നത് മനഃപൂർവ്വമാണ് ഈ ഒരു പൈസ തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നും പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നും അതിന് കാരണം എന്താണ് എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ, അതിന് കാരണം നിങ്ങളുടെ മകൻ സച്ചിയാണ്. കാരണം അന്ന് റിട്ടയർമെന്റ് ഫംഗ്ഷന്റെ ഇടയിൽ സച്ചി വന്ന് അടിക്കുകയും എൻ്റെ ഭർത്താവ് വന്ന് തടയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എൻ്റെ ഭർത്താവിനെ പോലും തള്ളിയിട്ടിട്ട് സച്ചി കാണിച്ച കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനാണ് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞത് ഈ പെൻഷൻ ഇപ്പം കൊടുക്കണ്ട, തടഞ്ഞു വെച്ചിരിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ എൻ്റെ മകൻ അന്ന് എന്നെ സോറി പറഞ്ഞതല്ലേ, പിന്നെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അത് അപ്പം സോറി പറഞ്ഞാൽ പോരാ, ഇപ്പോ സച്ചി ഇവിടെ വന്ന് ഈ അദ്ദേഹത്തിന്റെ കാല് തൊട്ട് മാപ്പ് പറഞ്ഞാൽ മാത്രമേ പെൻഷൻ സാങ്ഷൻ ആക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കേട്ടിട്ട് രവീന്ദ്രൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ രവീന്ദ്രൻ പറയുവാണ്, അങ്ങനെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പെൻഷൻ സാങ്ഷൻ ആക്കേണ്ട ഒരു ആവശ്യവുമില്ല, എന്റെ അവകാശമാണ്, ഞാൻ അത്രത്തോളം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എന്റെ അവകാശപ്പെട്ട എന്റെ പൈസ വാങ്ങിച്ചെടുക്കാനായിട്ട് എനിക്കറിയാം, ഞാൻ ഈ പെൻഷൻ ഞാൻ സാങ്ഷൻ ആക്കി എടുത്തോളാം എന്നൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് രവീന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഈ ഒരു പെൻഷൻ സാങ്ഷൻ ആക്കത്തില്ല എന്നൊരു തീരുമാനത്തിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ തന്റെ സ്വന്തം പൈസ നേടിയെടുക്കുമെന്നൊരു വിശ്വാസത്തിൽ രവീന്ദ്രൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പോരാട്ടം ആരുടെ ഭാഗത്തായിരിക്കും വിജയം ഉണ്ടാകാൻ പോകുന്നത്? എന്തായാലും സച്ചിയുടെയും രേവതിയുടെയും ഈ ഒരു പ്രണയം, ഈ ഒരു ഹണിമൂൺ പോലത്തെ അച്ഛമ്മയുടെ വീട്ടിലുള്ള ഈ ഒരു ട്രിപ്പ് ഇനി ഏതുവരെ എത്തും എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാതിരിക്കും. ടാറ്റാ ബൈ.